ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പികം മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. എന്റെ അമ്മയെ ഈ തീയിലരിച്ച പോലെ നിന്നെയും ഈ തീയിലരിക്കാൻ പോകുകയാണ് ഞാൻ. ഇത്രയും പറഞ്ഞ് മെഹക്കിനെ തന്റെ വാൾ കൊണ്ട് പ്രത ആ തീക്കുണ്ടത്തിലേക്ക് തട്ടിയെറിഞ്ഞു. അലറി വിളിച്ച് കരയുന്ന മെഹക് അവളുടെ ജീവന് വേണ്ടി യാചിച്ചെങ്കിലും ആ അവസാന നിമിഷത്തിൽ പ്രത പറഞ്ഞു, ഇത് ഒരു ശവകുടീരമാണ്. എന്റെ കുടുംബത്തെ നീ കൊന്നൊടുക്കിയ ഈ ഗുഹയിൽ തന്നെ നീയും വെന്തുരുകണം. എങ്കിലേ എന്റെ അമ്മയ്ക്കും ഋഷിയേട്ടന്റെ അമ്മയ്ക്കുമെല്ലാം നിത്യശാന്തി ലഭിക്കൂ. തീയിൽ കിടന്ന് മെഹക് നിലവിളിക്കുന്നുണ്ടായിരുന്നു. മെഹക്കിന്റെ നിലവിളി ആ ഗുഹയുടെ ചുമരുകളിൽ അമർന്നു. ശേഷം ആ ഗുഹ ഒന്നാകെ തീപിടിച്ചു. ആ ഗുഹയിൽ നിന്നും താഴെ കിടന്ന ഇന്ദ്രനീലവും എടുത്ത് പ്രതയും ഋഷിയും വിഷ്ണുപ്രിയയും ഗുഹയ്ക്ക് പുറത്തേക്ക് നടന്നു. ഗുഹയ്ക്ക് പുറത്തേക്ക് വന്നപ്പോഴേക്കും ആ ഗുഹ പൂർണ്ണമായും കത്തുന്നുണ്ടായിരുന്നു. ശേഷം ആ ഗുഹ ഇരിക്കുന്നിടം ഒരു ക്ഷേത്രമായി മാറി, മഹാക്ഷേത്രം. അത് കണ്ട ഋഷി പ്രതയോട് ചോദിച്ചു, പ്രത, ഈ ഗുഹ ഇതെങ്ങനെയാണ് ഇപ്പോൾ ഒരു ക്ഷേത്രമായി മാറിയത്? ഋഷിയേട്ടാ, ഏതൊരു അഗ്നിയിലാണോ നല്ലവരും ദുഷ്ടരുമായ മത്സ്യകന്യകമാർ ഒരുപോലെ കത്തിയെരിയുന്നത്, ആ സ്ഥലം ഒരു ക്ഷേത്ര കൊട്ടാരമായി മാറും. മത്സ്യകന്യകമാരുടെ കൊട്ടാരം. ഈ അഗ്നിയിൽ നല്ലവരായ നമ്മുടെ 2 പേരുടെ അമ്മയ്ക്കും യാശ്ലിക്കുമൊപ്പം ആ ദുഷ്ടയുടെ ശക്തികൾ കൂടി കലർന്നപ്പോഴാണ് ഈ സ്ഥലം ഒരു ക്ഷേത്രമായി മാറിയത്. ശേഷം പ്രതയും ഋഷിയും കെട്ടിപ്പിടിച്ചു. ഋഷിയേട്ട, അമ്മ പറഞ്ഞതുപോലെ അമ്മയും മാന്യത അമ്മയും നമ്മളെ വിട്ടുപോയി. പക്ഷെ ഇനി നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ല. ഈ ശേഷ മത്സ്യകന്യക ഇനി ഈ മത്സ്യരാജാവിന്റെ മാത്രം സ്വന്തം. ഇത്രയും പറഞ്ഞ് പ്രത ഋഷിയുടെ മിഴികളിലേക്ക് നോക്കി. അതെ പ്രത, ഇനി നമുക്കും നമ്മുടെ മോൾക്കുമൊക്കെ സന്തോഷത്തിന്റെ നാളുകളാണ്. ഞാനും നീയും നമ്മുടെ പ്രാർത്ഥന മോളും ഇനി മരണം വരെയും സന്തോഷത്തോടെ ജീവിക്കും. ശേഷം ഋഷിയും പ്രതയും കെട്ടിപ്പുണർന്നു. ഋഷിയേട്ടാ, നമുക്ക് മത്സ്യലോകത്തേക്ക് പോകാം. ഋഷിയേട്ടനെ ഈ മഹാ അമാവാസ്യ രാത്രിയിൽ മഹാരാജാവായി വാഴ്ത്തണം. ഋഷിയും പ്രതയും വിഷ്ണുപ്രിയയും മത്സ്യലോകത്തിലേക്ക് പോയി. അവിടെ വെച്ച് ഋഷി മത്സ്യരാജാവായി വാഴ്ത്തപ്പെട്ടു. മത്സ്യരാജാവായ ഋഷി മത്സ്യലോകം സാക്ഷി നിൽക്കെ പ്രതയുടെ കഴുത്തിൽ താലി കെട്ടി. ശേഷ മത്സ്യകന്യകയെ വിവാഹം ചെയ്ത മത്സ്യരാജാവായ ഋഷി ശേഷ മത്സ്യരാജാവായി മാറി. ചിറകുകളുടെ ശക്തിയുള്ള സർവശ്രേഷ്ഠ ശേഷ മത്സ്യരാജാവ്. അതുപോലെ മത്സ്യരാജാവിനെ വിവാഹം കഴിച്ച ശേഷ മത്സ്യകന്യകയായിരുന്ന പ്രത ശേഷ മത്സ്യ റാണിയായി മാറി. ഇരുവരും കെട്ടിപ്പുണർന്നു. ഇരുവരും ഒപ്പം ലയയും ചേർന്ന് പിന്നീട് കരയിലേക്ക് പോയി. പെട്ടെന്ന് പ്രത പറഞ്ഞു, ഋഷിയേട്ടാ, വല്യമ്മേ, നമുക്ക് ആ ഗുഹ വരെ ഒന്ന് പോകണം. അവിടെയല്ലേ എന്റെയും ഋഷിയേട്ടന്റെയും അമ്മമാരുടെ ആത്മാക്കളുള്ളത്. അവരുടെ അനുഗ്രഹം വാങ്ങണം. ശേഷം മൂവരും ആ ഗുഹയ്ക്കടുത്തേക്ക് പോയി ക്ഷേത്രമായി മാറിയ ആ കൊട്ടാരത്തിനകത്തേക്ക് കയറി. അമ്മേ, അനുഗ്രഹിക്കണം. ഇന്നു മുതൽ ഒരു പുതിയ തുടക്കമാണ്. അമ്മ എന്റെ കൂടെ ഇല്ലാത്ത വിഷമം മാത്രമേ ഇപ്പോൾ എനിക്കുള്ളൂ. മാത്രമല്ല, ഇനി ഈ ഇന്ദ്രനീലം സുരക്ഷിതമായി ഈ കൊട്ടാരത്തിനുള്ളിൽ ഞാൻ വയ്ക്കാൻ പോകുകയാ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അമ്മയ്ക്കും അറിയാമല്ലോ. മഹാ അമാവാസിയാണിന്ന്. അടുത്ത 100 പൗർണമി വരെയും ഈ ഇന്ദ്രനീലത്തെ ആർക്കും സ്പർശിക്കാൻ പോലും കഴിയില്ല. 100 പൗർണമികൾ കഴിയുമ്പോഴുള്ള മഹാ അമാവാസിയിൽ ഈ ഇന്ദ്രനീലത്തെ സംരക്ഷിക്കാനായി ഏതെങ്കിലും ഒരു മത്സ്യകന്യകയെ ഇന്ദ്രദേവൻ സൃഷ്ടിക്കും. ശേഷം അവിടെയുള്ള മത്സ്യദേവന്റെ വിഗ്രഹത്തിന്റെ തിരുനെറ്റിയിൽ പ്രത ആ ഇന്ദ്രനീലത്തെ സ്ഥാനമുറപ്പിച്ചു. ഇന്ദ്രനീലം ഒരു നിമിഷം ഒന്ന് തിളങ്ങി. ആ തിളക്കത്തിൽ ലയയുടെയും ഋഷിയുടെയും പ്രതയുടെയും കണ്ണ് പോലും മഞ്ഞളിച്ചു പോയി. ശേഷം ഋഷിയും പ്രതയും കൊട്ടാരത്തിന് പുറത്തേക്കിറങ്ങിയതും ഋഷി ചോദിച്ചു, അല്ല, എവിടെ നിന്റെ വല്യമ്മ? ശരിയാണല്ലോ, ഒരുപക്ഷെ അകത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാകും. ഇപ്പൊ വരുമായിരിക്കും. നമുക്ക് ഇവിടെ കാത്തു നിൽക്കാം. പക്ഷേ ഇതേ സമയം ആ ഇന്ദ്രനീലത്തെ നോക്കി വെള്ളമിറക്കുകയായിരുന്നു വിഷ്ണുപ്രിയ എന്ന ലയ. ആ ഇന്ദ്രനീലത്തെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു, ഇന്ദ്രനീലമേ, 100 പൗർണമികൾ കഴിയുന്ന ആ അമാവാസിയിൽ ഞാൻ വരും. നിന്നെ സ്വന്തമാക്കാൻ. നീയാണ് എന്റെ ലക്ഷ്യം. ഈ വിഷ്ണുപ്രിയയുടെ ജന്മലക്ഷ്യം തന്നെ ഇന്ദ്രനീലം സ്വന്തമാക്കുക എന്നതാണ്. ഈ വിഷ്ണുപ്രിയയുടെ രഹസ്യത്തെക്കുറിച്ച് ആർക്കും തന്നെ അറിയില്ല. കാലങ്ങൾ എത്ര കടന്നുപോയാലും ഈ ലയയ്ക്ക് ഒരു മാറ്റവും ഉണ്ടാകില്ല. ഇത്രയും പറഞ്ഞ് ലയ കൊട്ടാരത്തിന് പുറത്തേക്കിറങ്ങി വന്നു. പോകാം പ്രത, പോകാം വല്യമ്മേ. മൂവരും ഗുജറാൾ ഹൗസിനെ ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. പക്ഷേ വിഷ്ണുപ്രിയ പുറകിലേക്ക് തിരിഞ്ഞ് ആ കൊട്ടാരത്തിനുള്ളിലെ ഇന്ദ്രനീലം ഇരിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ ലക്ഷ്യം വെച്ച് നോക്കുന്നുണ്ടായിരുന്നു. ശേഷം മനസ്സിൽ ലയ മന്ത്രിച്ചു, തിരിച്ചു വരും ഇന്ദ്രനീലമേ, ഞാൻ
നിനക്കു വേണ്ടി. മത്സ്യകന്യകാത്രി അവസാനിച്ചു. എല്ലാ പ്രേക്ഷകർക്കും ഒത്തിരി നന്ദി. പക്ഷേ അവസാനിക്കുന്നില്ല ഈ യുദ്ധം. ഇതങ്ങനെ യുഗങ്ങളോളം തുടർന്നുകൊണ്ടിരിക്കും. ഇനി മത്സ്യലോകവും നാഗലോകവും ഇടകലർന്ന ഒരു പുതുപുത്തൻ സൂപ്പർ ഫാന്റസി പരമ്പര. പണ്ടൊരിക്കൽ അമ്മയെങ്കിൽ ഇന്നൊരിക്കൽ മകൾ. ഒരേ സമയം ഞാനൊരു മത്സ്യകന്യകയുമാണ് നാഗകന്യകയുമാണ്. ശരിക്കും ഞാൻ എന്താ ഇങ്ങനെ? ഞാൻ ശരിക്കും ആരാ? നീ ഒരു ഇച്ഛാധാരി മത്സ്യനാഗിനിയാണ്. അവളുടെ 25-ാം വയസ്സിൽ അവളുടെ സത്യം അവൾക്ക് മുന്നിലെത്തും. മറന്നിട്ടില്ല, ഒന്നും മറക്കുകയുമില്ല. തിരിച്ചു വന്നിട്ടുണ്ട്. പുതുപുത്തൻ ദൃശ്യാനുഭവങ്ങളുമായി മത്സ്യനാഗിനി മത്സ്യകന്യകാത്രി പുതിയ ഭാവത്തിൽ ഉടൻ വരുന്നു നിങ്ങളുടെ സ്വന്തം മൂൺലറ്റിൽ. കാത്തിരിക്കുക.